ിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു കോളിഫ്ലവർ വെച്ച് ഒരു കബാബാണ് ആക്കാൻ പോകുന്നത്. ചിക്കൻ ഇല്ലാത്ത കബാബ്, അതായത് കോളിഫ്ലവർ വെച്ച് കബാബ് ആക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഈ കോളിഫ്ലവർ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. 2 മിനിറ്റ് ഇത് വേവിച്ച് വെച്ചതാണ്. തിളച്ച വെള്ളത്തിനകത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒരു 2 മിനിറ്റ് വേവിച്ചിട്ട് ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. മാറ്റി വെക്കാം. ഇനി കോൺഫ്ലവർ വേണം, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, അരിപ്പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, മുട്ട, ഉപ്പ്, കോക്കനട്ട് ഓയിൽ, അല്പം വെള്ളം. ഇത്ര സാധനമാണ് വേണ്ടത്. നമുക്ക് ഇട്ട് കൊടുക്കാം. നാല് സ്പൂണാണ് നമ്മൾ കോൺഫ്ലവർ ഇട്ടേക്കുന്നത്. അതിൻ്റെ നേരെ പകുതി 2 സ്പൂണ് അരിപ്പൊടി, ഒരു 1/2 സ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുള്ളൂ, 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂണിൻ്റെ അത്ര മല്ലിപ്പൊടി, 1/4 സ്പൂണ് ഗരം മസാല, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാവേ. ഉപ്പ് പിന്നെ നോക്കാം, കുറച്ചേ ഇട്ടിട്ടുള്ളൂ. മുട്ട ഒന്ന് പൊട്ടിച്ച് കൊടുക്കാം. മുട്ട പൊട്ടിച്ചെടുക്കാം. ഒരു മുട്ടയുടെ ആവശ്യമുള്ളൂ. ഇനി നമുക്ക് ആവശ്യത്തിന് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇതിവിടെ തന്നെ ആക്കിയതാണ്, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതല്ല. മതി, ഇത്ര മതിയാവും. എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. വെള്ളം വേണ്ടി വന്നാൽ മാത്രം ഇട്ടാൽ മതി. മുട്ട ഇട്ടിട്ടുണ്ട്. മുട്ട കഴിക്കാത്തവരാണെങ്കിൽ വെള്ളത്തിൽ തന്നെ മിക്സ് ചെയ്താൽ മതി. വെള്ളം അല്പം ഇടണം. കുറച്ചായിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ ഫുഡ് കളറൊന്നും ചേർക്കുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഫുഡ് കളർ ഈ സമയത്ത് മിക്സ് ചെയ്യുമ്പോൾ ചേർക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. കോൺഫ്ലവറും അരിപ്പൊടിയും മുട്ടയെല്ലാം ഇത് ഒത്തിരി തിക്കായിട്ടുണ്ട്. കുറച്ചും കൂടി ഉപയോഗിക്കാം. ഈ ഒരു വലിപ്പത്തിൻ്റെ പകുതി ഭാഗം ഗ്രേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ നീരെടുത്ത് ചേർക്കാം. ഫുഡ് കളറിന് പകരമായിട്ട് ചെയ്യുന്നതാണ്. നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്ത് ഇതിൻ്റെ നീരെടുത്ത് ഈ മിക്സ് ചെയ്ത് വെച്ചതിലോട്ട് ചേർക്കാം. ഗ്രേറ്റ് ചെയ്തിട്ട് നീരെടുത്തതാണ്. നമുക്ക് ആവശ്യത്തിന് ഇച്ചിരി ഒഴിച്ച് കൊടുത്ത് നോക്കാം. ഫുഡ് കളറിൻ്റെ ആവശ്യമില്ല, നമുക്ക് ആരോഗ്യത്തിന് നല്ലതല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഈ ബീട്രൂട്ടിൻ്റെ നീര് അല്പം ചേർത്ത് കൊടുക്കാം. നമ്മൾ ഫുഡ് കളർ ചേർക്കുന്ന എത്രത്തോളം നമുക്ക് കളർ കിട്ടില്ല, എന്നാലും അത്യാവശ്യം കളർ കിട്ടും. ഈ ഒരു പാകം വേണം. ഒത്തിരി തിക്കും ആവാൻ പാടില്ല, ഒത്തിരി ലൂസും ആവരുത്. ഓക്കെ, ഇതിൻ്റെ ആവശ്യമൊക്കെ ഇല്ല. ഒന്ന് സ്റ്റവ് ഓൺ ചെയ്യണം. അതെ, ഇതങ്ങ് ഇതിലോട്ടിട്ടങ്ങ് മിക്സ് ചെയ്യാം. ഇതൊരു 20 മിനിറ്റ് നമ്മൾ മിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ലതാണ്. കുറച്ചും കൂടെ ഉപ്പും മസാലകളൊക്കെ നന്നായിട്ട് പിടിക്കും. ഞാനിപ്പോൾ വെക്കുന്നില്ല. മിക്സ് ചെയ്യുക, അതേപോലെ ഫ്രൈ ചെയ്തെടുക്കാനാണ്.
നിങ്ങൾക്ക് ഇതിനേക്കാളും കൂടുതൽ കളർ വേണമെങ്കിൽ ഞാൻ അല്പം വെള്ളം ഒഴിച്ചായിരുന്നു. അതിന് പകരമായിട്ട് ഈ ബീറ്റ്റൂട്ടിൻ്റെ നീര് തന്നെ ഒഴിച്ചാൽ മതി. അങ്ങനെ ഒഴിക്കുവാണെങ്കിൽ ഇതിനേക്കാളും കുറച്ചും കൂടെ കളർ നിങ്ങൾക്ക് കിട്ടും, റെഡ് കളർ. എണ്ണ ഒഴിച്ച് കൊടുക്കാവേ, ആവശ്യത്തിന്. മതി. എണ്ണ ചൂടായി നമുക്ക് തീ ഒന്ന് സിമ്മിലോട്ടാക്കി എല്ലാം ഒന്നിച്ചിങ്ങനെ ഇട്ട് കൊടുക്കല്ലേ, അതിങ്ങനെ ഒട്ടിപ്പിടിക്കും. ഓരോന്നോരോന്നായിട്ട് തന്നെ ഇട്ട് കൊടുക്കണം. ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാതെ എല്ലാം ഇതേപോലെ പൊട്ടിയൊന്നും പിടിക്കില്ല. നമ്മൾ കോൺഫ്ലവറൊക്കെ ഇടുന്നുണ്ട്, ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് ഫ്രൈ ആയിട്ടുണ്ട്. ഒത്തിരി നേരം നമ്മൾ ഫ്രൈ ചെയ്തതിന് ആവശ്യമില്ല. നമ്മളൊരു 2 മിനിറ്റോളം തിളപ്പിച്ചെടുത്തായിരുന്നല്ലോ വേവിച്ച്. എല്ലാം ഇതേപോലെ കോരി മാറ്റാം. നല്ല ടേസ്റ്റാണ്. ചോറിന് സൈഡ് ഡിഷായിട്ടും അല്ലാതെ ചായക്ക് ഈവനിങ് കടിയായിട്ടും എല്ലാം നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്ക് തരണേ, സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.